ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ജീവമാത കാരുണ്യ ഭവൻ മമ്മി ഗിരിജ വിഷയത്തിലേക്കാണ്. ഞാൻ ഇന്നലെ ഒരു ചോദ്യം എൻ്റെ വീഡിയോയിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോണറബിൾ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ചിറ്റയം ഗോപകുമാർ സർ, നിങ്ങളുടെ പ്രസൻസ് ഈ സ്ഥാപനത്തിൽ വളരെയധികം എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. സോ സാറിന് ഇതിലെന്താണ് പറയാനുള്ളത്? CWCയുടെ അന്വേഷണമാണെങ്കിലും പോലീസിൻ്റെ അന്വേഷണമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ അറിയുമായിരിക്കും. ഇനിയില്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കേസ് കൊടുക്കണം ഈ സ്ഥാപനത്തിനെതിരെയും ഈ ലേഡിക്കെതിരെയും. കാരണം നിങ്ങളുടെ മുഖം ഉപയോഗിച്ച് നിങ്ങളെ മറയാക്കി നിങ്ങളുടെ ഇമേജിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു സ്ഥാപനത്തിലാണ് ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആർക്കും ചോദ്യം ചോദിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം ഒരു ജനപ്രതിനിധിയോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഈ നാട്ടിലൊരു വോട്ടറാണ്. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്തിട്ടാണ് ഓരോ ജനപ്രതിനിധികളെയും കയറ്റി വിടുന്നത്. ഇവിടെ ആരും വന്നിരുന്നിട്ട് എനിക്ക് ഇന്നലെ കുറച്ച് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചിറ്റയം ഗോപകുമാർ സാർ ഇതിലെന്ത് ചെയ്തു? ചിറ്റയം ഗോപകുമാർ സാർ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഈ സ്ഥാപനത്തിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഞാനിതാ ഫോട്ടോസോട് വെച്ചിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമിലും അദ്ദേഹമുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി അത്രത്തോളം ആ സ്ഥാപനത്തിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തി. ആ സ്ഥാപനം തുടങ്ങാൻ ആ ലേഡിക്ക് ലാൻഡ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ മുതൽ കാര്യങ്ങൾ അറിയാവുന്നൊരു വ്യക്തി. ആ വ്യക്തി ഇപ്പം നടക്കുന്ന വിഷയങ്ങളൊന്നും പറഞ്ഞില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങളോട് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചോദ്യം ചെയ്യണം. അത് 24/7 സാറ്റലൈറ്റ് ചാനലുകൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നെപ്പോലൊരു യൂട്യൂബ് ചാനലിന് അതിനുള്ള ശക്തിയുണ്ട്, ആർജവുമുണ്ട്. ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ചിറ്റയം ഗോപകുമാർ സാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളത് എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും വയ്ക്കുന്നു. ഇനിയും ഈ കാര്യത്തിൽ സംശയമുണ്ട്. ചിറ്റയം ഗോപകുമാർ സാറിന് ഈ സ്ഥാപനമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് തോന്നുന്നവർക്ക് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇത് ഒരു പ്രാങ്ക് വീഡിയോ ഈ സ്ഥാപനത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ വന്ന സമയത്ത് ആ പ്രാങ്കിനിടയിൽ ദേഷ്യം പിടിച്ച മമ്മി ഗിരിജ ഫോൺ എടുത്ത് വിളിക്കാൻ പറയുന്നത് ചിറ്റയം ഗോപകുമാർ സാറിനെയാണ്. പൈസ മേടിച്ച കണ്ട, ഒരു പ്രാങ്ക് വീഡിയോ ആണത്. ആ പ്രാങ്ക് വീഡിയോനിടയിൽ അവർ പോലീസിനെ വിളിക്കും, CIനെ വിളിക്കുന്നത് കൊണ്ട് അടുത്ത വാക്ക് പറയുന്നത് ചിറ്റയം സാറിനെ വിളിക്കും, MLA വിളിക്കും. സോ അവർക്ക് അത്രത്തോളം ആ വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ വ്യക്തിക്ക് ആ സ്ഥാപനത്തിനോടും ആ ലേഡിയോടും ഒക്കെ കണക്ഷൻ ഉണ്ട്. അപ്പം ആ കണക്ഷൻ ഈ വ്യക്തിയുടെ ഇമേജ്, പൊളിറ്റിക്കൽ ഇമേജ് മോശമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ചിറ്റയം ഗോപകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഹോണറബിൾ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള, ആ വ്യക്തിയിലേക്കല്ലേ കുറേ ചോദ്യങ്ങൾ ചെല്ലുക. അപ്പം അതിന് മുമ്പ് തന്നെ ആ വ്യക്തി ക്ലിയർ ചെയ്യുക എന്നുള്ളത് ആസ് എ എന്താ പറയുക, ഒരു പൊളിറ്റീഷ്യൻ, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തി ചെയ്യണം. ഓക്കെ, അപ്പം എന്താണെങ്കിലും ആ ചോദ്യം ഞാൻ വീണ്ടും ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. ഇന്ന് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇന്നലെയാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനത്തെ തുടർന്ന് അന്തേവാസികളായ 24 പെൺകുട്ടികളെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുമ്പ് ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിൽ പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയെ പിന്നീട് നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചിരുന്നു. പ്രായപൂർത്തിയായ ശേഷമാണ് ബന്ധമെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയെങ്കിലും ഗൈനക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം തേടിയാകും കേസിന്റെ നടപടികൾ. ഇന്നലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥരാണ് പെൺകുട്ടികളെ മാറ്റിയത്. നടത്തിപ്പുകാരി സ്ഥാപനത്തിലേക്ക് പിന്നീട് വന്നില്ല. സ്ഥാപനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടക്കും. സ്ഥാപനം നിർത്തുന്നുവെന്ന് കാട്ടി നടത്തിപ്പുകാരി ശിശുക്ഷേമ സമിതിക്ക് കത്ത് നൽകിയതായാണ് വിവരം. അതേസമയം ഇതേ സ്ഥാപനത്തിലെ അന്തേവാസിയായിരുന്ന 44 വയസ്സുകാരി നസീമയുടെ ഭരണത്തിലാണ് പരാതി ഉയരുന്നത്. പത്തനംതിട്ട സ്വദേശിയായ കെനഡി ചാക്കുവാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സ്ഥാപനത്തിന്റെ പ്രചാരണത്തിനായി ഇവർ തന്നെ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളാണ് ഒടുവിൽ തിരിച്ചടിയായത്. അപ്പോൾ മമ്മി ഗിരിജ സ്ഥാപനം പൂട്ടി പോവുകയാണ് എന്നുള്ള ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കെന്നഡി ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ലേഡി അവിടെ നിന്ന് മരണപ്പെട്ട കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്താ അറിയോ? ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷിച്ചപ്പോഴും അവിടെ പോയിട്ട് ചങ്ങാതിക്കൂട്ടം ചാനലിലുള്ള ബിനീഷ് അന്വേഷിച്ച സമയത്തൊക്കെ അറിഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഒരു എന്താ പറയുക
കുട്ടികൾക്കുള്ള ഓർഫനേജ്, ഈ സെറ്റപ്പിൽ നടക്കുന്ന വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ കുട്ടികളെ ഇവർ ചെയ്യുന്ന അട്രോസിറ്റി, ഇതിൻ്റെ മുകളിലൊന്നും അല്ല വിഷയങ്ങൾ. ഇതിൻ്റെ മുകളിൽ ഈ ഏരിയയിലുള്ള ഒരുപാട് ഓൾഡ് ഏജ് ഹോമുകളിൽ വയസ്സായി വയ്യായ്മ വന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുന്ന അച്ഛനമ്മമാർ, അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടു ചെല്ലുന്ന അടുത്തുള്ള മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് അല്ല പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, അവിടെ വെച്ച് മരണം സംഭവിക്കുന്നു, അവരുടെ ബോഡി വിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു. ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ മീഡിയാസ് എന്തുകൊണ്ടാണ് ഈ സൈലൻസ്, ഇത്രത്തോളം സൈലന്റ് ആയിട്ടിരിക്കാൻ കാരണം എന്താ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ, നിങ്ങൾ എന്താ ഇത്രയും സൈലന്റ് ആവുന്നത്? നിങ്ങളുടെ മൂക്കിന് താഴെയല്ലേ ഈ നടക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇവിടുത്തെ BJP, നിങ്ങൾക്ക് ആർക്കും ഇടപെടണ്ടേ ഈ വിഷയത്തിൽ? എന്താ നിങ്ങൾക്ക് ഇത്രത്തോളം സൈലൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. 24/7 സാറ്റലൈറ്റ് ചാനലുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം സൈലൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഫ്റ്റർ ഓൾ ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ് ഞാൻ. എന്നെ നാളെ സുഖമായിട്ട് ഇവർക്ക് ഏതെങ്കിലും കേസിട്ട് പൂട്ടി അകത്തിടാം, ഞാൻ സൈലൻ്റ് ആവും. പക്ഷെ നിങ്ങൾ ശബ്ദിച്ചു തുടങ്ങണം. കാരണം നമുക്കൊക്കെ ശബ്ദിക്കുന്നതിലൊരു ലിമിറ്റ് ഉണ്ട് മക്കളെ, മനസ്സിലായോ? ഇത് ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല അവിടെ നടക്കുന്നത്. നേരത്തെ ഈ ന്യൂസ് ചാനലിൽ പറഞ്ഞ കെന്നഡി എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി ചങ്ങാതിക്കൂട്ടത്തിന് കൊടുത്ത് ബൈറ്റ് ചെയ്യാൻ ഇവിടെ വയ്ക്കാം. സത്യാവസ്ഥ ഒറ്റവാക്കി പറയുവാണെങ്കിൽ സത്യസന്ധമായിട്ട് നടത്താൻ ഇവർ സമ്മതിക്കുകയില്ല. കാരണം ഇവർക്ക് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടതായ പണം നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അന്തേവാസികളുടെ നിന്ന് പണം വാങ്ങിച്ച് നോക്കുന്നവരെയൊക്കെയാണ് അവർക്ക് താല്പര്യം. നമ്മൾ നടത്തിയ ബെഗർ ഹോമാണ്. നമുക്ക് ആരുമില്ലാത്തവർ റോഡിൽ അളിഞ്ഞിരിഞ്ഞ് കിടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല, പണത്തിൻ്റെ വരവുമില്ല, യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നത് അവർക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ ഈ ട്രസ്റ്റിന് വേണ്ടി കുറച്ച് പണം CSR ഫണ്ട് അനുവദിച്ചതായിട്ട് ഇവർ അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഓഫീസിൽ അവർ ബന്ധപ്പെട്ടു. CSR ഫണ്ട് തരുന്നവർ അന്വേഷിച്ചു, ഇങ്ങനെ സ്ഥാപനമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഈ സംഭവം അറിഞ്ഞപ്പോൾ അവർക്കൊരു വിരോധം. ഇതും വളരണ്ട, വേറെ അവരാലോചിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം വളർന്നാൽ മതി എന്നൊരു തോന്നൽ അവർക്കുണ്ടായതായിരിക്കാം. ചില ഹോസ്പിറ്റലിലേക്ക് ഡെഡ് ബോഡികൾ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ വേണം. അത് എന്നോടും പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പലരും എന്നെ വിളിച്ച് ചോദിച്ചു, ഡെഡ് ബോഡി നിങ്ങൾ എന്തിനാ അടക്കം ചെയ്തത്? ഞാൻ ആരെങ്കിലും മരിച്ചാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. 1-2 ഡെഡ് ബോഡി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തെന്ന് അറിഞ്ഞ് പേപ്പറിൽ വാർത്ത വന്ന സമയത്ത് 1-2 പേരെന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടെ കൊടുത്തത്? ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നു, 2-3 ലക്ഷം രൂപ തരത്തില്ലായിരുന്നു, നിങ്ങൾക്കതൊരു സമ്പാദ്യം, അയ്യോ എന്താ അതൊരു വരുമാനമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അന്നോട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന് ഞാൻ നമുക്കൊന്നും ഇല്ല. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെയാണ് ബോഡി കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കെന്നഡി എന്ന് പറഞ്ഞ വ്യക്തി ഈ റോഡിലൊക്കെ ആരോരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അവിടെയുള്ള ഈ പറഞ്ഞ നമ്മുടെ മമ്മി ഗിരിജ പോലത്തെ ടീമുകളെല്ലാവരും കൂടിയും ചേർന്നിട്ട് അത് പൂട്ടിച്ചു. ഓക്കെ, അത് പൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് അവരെ ഹെൽപ്പ് ചെയ്തു എന്ന് കെന്നഡി പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുണ്ട് കുറേ എണ്ണം. ഓക്കെ, ഓർഫനേജിലാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ഇവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കുറേ ഉണ്ട്. അതിലുള്ള ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തതെന്നാണ് പറയുന്നത്. ഇനി ഈ മരിച്ച ആളുകളുടെ ബോഡി കൊണ്ടുപോകുന്ന ആ പണി ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ സംശയം നാട്ടുകാർക്കും ഉണ്ട്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ആരോരുമില്ലാത്ത ആളുകൾ, മനസ്സിലായില്ലേ, അതും വൃദ്ധരായിട്ടുള്ള ആരോരുമില്ലാത്ത ആളുകൾ, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മക്കൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇവരെ തള്ളിയിട്ട് പോകുന്നത്. അപ്പം അവിടെ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ മക്കൾ ചിലപ്പോൾ തിരിച്ചെടുക്കില്ല. അപ്പം എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അവർ ഏതെങ്കിലും പൊതുശ്മശാനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഒഴിവാക്കി വിടും. അങ്ങനത്തെ സമയങ്ങളിൽ ഇവർക്ക് എന്താണിത് യൂസ് ചെയ്യാൻ പറ്റിയ, ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമായിട്ട് ഇവർ കാണുന്നുണ്ട്. ഇനി ഇതിനിടയിൽ അവയവ കച്ചവടം വല്ലതും നടന്നിട്ടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. സീരിയസ് കാര്യമാണിത്. ഒന്ന് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കേരളം ഞെട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മീഡിയാസിന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് ന്യൂസ് ചാനൽസും ബാക്കി ടീംസൊക്കെ ചെയ്യേണ്ടതാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ടല്ലോ. യു ഗൈസ് ഷുഡ് ഗോ ബിഹൈൻഡ് ദിസ്, ചെയ്തേ പറ്റൂ. എന്താണെങ്കിലും ഞാൻ ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്,
കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ? കർമ്മ കറങ്ങി തിരിഞ്ഞു വരൂടെ, കർമ്മ എങ്ങനെയും കറങ്ങി തിരിഞ്ഞു വരും. ഈ ലേഡി ആൻഡ് മകൻ ഇപ്പം പോയ കേസ് എന്താണെന്ന് എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. പി കേസ്. അപ്പോൾ ആ വാക്ക് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, ഞാൻ വീഡിയോയ്ക്ക് അത് പണിയിട്ടു. അപ്പോൾ ആ പി കേസ് ഇവർ ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള കുട്ടികൾ, അവിടെ ഒരു അമ്മയുടെ 3 മക്കളുണ്ടായിരുന്നു, അതായത് അമ്മൂമ്മയാണ്, 3 വേറെ കുട്ടികൾ, പെൺകുട്ടികളെ ഈ മമ്മി ഗിരിജയുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കി. ഇവർ കാണാൻ ചെല്ലുന്ന സമയത്ത് ഈ കുട്ടികൾ ഒട്ടും എന്താ പറയുക വൃത്തിയില്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ കിടക്കുന്നത് ഈ അമ്മ കണ്ടു. ഈ കണ്ട അമ്മ അത് ചോദ്യം ചെയ്യുമ്പോൾ അമ്മേൻ്റെ നെഞ്ഞത്തേക്ക് ചാടിക്കയറും. പിന്നെ ഈ കുട്ടികളെ ഈ അമ്മയുടെ മുന്നിൽ നിന്ന് ഈ മമ്മി ഗിരിജ ആ പി കേസിൽപ്പെട്ട കുട്ടികളെ വിളിക്കൂ. ആ പി കേസിൽപ്പെട്ട കുട്ടികൾ സ്വന്തം മകനും മമ്മി ഗിരിജ ഇപ്പം പെട്ടത് ഏത് കേസിലാണ്? അതാണ് കർമ്മ. കൊച്ചിലെ തൊട്ട് ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്, ഒരു മാസത്തിലൊരിക്കൽ. പിന്നെ പൈസ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എനിക്കിവിടെ. കണ്ണ് കാണാൻ വയ്യായിരുന്നു എനിക്ക്. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെ കാണാൻ ചെല്ലുമ്പോൾ പിള്ളേരെ ഒരു 2 മിനിറ്റ് പോലും കാണിക്കത്തില്ല. അങ്ങനെ അവര് പിന്നെ പിള്ളേരെ അന്നൊരു വീട്ടു ജോലിക്ക് വിടട്ടെ എന്ന് എന്നോട് ചോദിച്ചു. വലിയ കൊച്ചിനെ ഒരു തന്തയും തള്ളയും മാത്രം ഉള്ളെടുത്ത് ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ പിള്ളേരാന്ന് ഒരു വെളിച്ചെണ്ണയും സോപ്പും എല്ലാം ഞാൻ അവിടുന്ന് കൊണ്ടു കൊടുക്കുന്നത്. അവർക്ക് അവരതൊന്നും ഇച്ചിരി ഒരു മാസത്തേക്ക് ഒരു അരത്തളം വെളിച്ചെണ്ണ പോലും ഇല്ല 3നും കൊടുക്കും. പിള്ളേരെ ട്യൂഷൻ എല്ലാ പിള്ളേരെയും പഠിപ്പിക്കും. പിള്ളേരെ ട്യൂഷനൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. വീറും വൃത്തിയായിട്ടല്ല. ഏഴംകുളം സ്കൂളിലെ 4ാം ക്ലാസ്സിലെ സാർ എന്നോട് പറഞ്ഞു ഈ പിള്ളേർ വീറും വൃത്തിയായിട്ടൊന്നും അല്ല വരുന്നത്. എന്നെ വിളിപ്പിച്ച് ഞാൻ ചെന്ന് കണ്ടവാ. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു പിള്ളേരെ നിങ്ങൾ വീറും വൃത്തിയായിട്ടും പിള്ളേരെ വിട്ടില്ലെങ്കിൽ ഇനി വിട്ടേക്കാൻ പറഞ്ഞു. അന്നേരം അവർ ദേഷ്യപ്പെടുമായിരുന്നു. അവർ വലത്തല വിളിച്ച് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ പോക്സോ കേസ് നടന്ന പിള്ളേരെ അതുകൊണ്ട് വിടത്തില്ല. ഞാൻ പറഞ്ഞു പോക്സോ കേസ് നടന്നത് കേസ് നിലവിലുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെ ഒരു ദിവസമെങ്കിലും ഈ പിള്ളേരുടെ കൂടെ പോക്സോ കേസെന്നും പറഞ്ഞ് ഈ വലിയ കൊച്ചിന്റെ കൂടെ പോയിട്ടുണ്ടോന്ന് അവിടുത്തെ ഹെഡിലെ സാറിനോട് ചോദിച്ചു. വയലത്തലല്ലേ. അങ്ങനെ ഇല്ല, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങേര് പറഞ്ഞു, ഞാൻ പറഞ്ഞു 24 മണിക്കൂറിന് എൻ്റെ പിള്ളേരെ എൻ്റെ കൂടെ വിടണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേറെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് പട്ടികജാതിപ്പെട്ട സ്കൂളുകളുണ്ട്, ഞങ്ങൾ അവിടെ വിട്ടോളാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പിള്ളേരെ വിളിക്കുന്നതും അങ്ങനെയാ. വിളിക്കുന്ന പോക്സോ കേസ് നടന്ന പിള്ളേരെ ഇനി വിളിക്കാനാ പറയുന്നത്. ഇപ്പോൾ മിക്കവാറും അങ്ങനെ വിളിക്കുന്നത്. ആരേലും വന്നാൽ അവരോടും അവരുടെയും കേൾക്കേണ്ടി വരും. അതാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്നത്. അവർ വിളിക്കുന്നുണ്ടെ പിള്ളേര് പേടിച്ചാ എൻ്റെ കണ്ണി നോക്കുന്നത്. ഒന്നും മിണ്ടത്തില്ല പിള്ളേർ പേടിച്ച്. പിള്ളേരൊന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല അവര്. അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതി. അത് ഈ പിള്ളേരെ പോയി ഒരു മാസത്തിൽ 2 പ്രാവശ്യം പോയി പിള്ളേരെ സ്കൂളിലും അന്വേഷിക്കണം, പിള്ളേർ നിൽക്കുന്ന സ്ഥാപനത്തിലും അന്വേഷിക്കണം എന്നാ പറഞ്ഞത്. ഇവര് ഞാൻ ചെന്ന ഒരു 2 സെക്കൻഡ് പോലും എൻ്റെ ഇരിക്കെ പിള്ളേരെ വിടത്തില്ല. ഞാൻ അതുകൊണ്ട് കയറിച്ച് അങ്ങ് പോകാതെ ഇരിക്കും. പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി 500 രൂപ വേണം, വണ്ടിക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 200 രൂപ വെച്ച് വേണം. പിള്ളേർക്കും എല്ലാം കൂടെ പലഹാരമൊക്കെ മേടിച്ചോണ്ട് പോകും. പിള്ളേർക്ക് അവിടെ വെച്ച് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അവര് മേടിച്ചങ്ങ് വെക്കും കവറ്. പിള്ളേരെ അനീഷ അടിക്കുകയൊക്കെ ചെയ്ത്. വേറെ പിള്ളേർ വെളിയിൽ നിന്ന് പിള്ളേർ വന്ന് അടിച്ചെന്നാ പറയുന്നത്. ഇവിടെ അനീഷ ആ കൊച്ചിനെ കടിച്ചു. അന്നേരം ആ പിള്ളേരെ വിട്ടത്. ആ കൊച്ച് ഇവളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ കോന്നി പോയി 2-3 പ്രാവശ്യം. അങ്ങനെ ഈ കൊച്ചിന്റെ തുണിപോലെ ഒന്നും എടുക്കാതെ ഈ കൊച്ചിനെ അവരവിടെ കൊണ്ടുവിട്ടത്. കോന്നിയും സാർമാർ ഇവിടെ വന്നായിരുന്നു. 2 സാർമാർ ഇവിടെ വന്ന്, അവളെ പഠിപ്പിക്കുന്ന സാർമാർ തന്നെ ഇവിടെ വന്ന് എന്നോട് ഈ വിവരം പറഞ്ഞ്. പിന്നെ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആളിനെ അറിയത്തില്ലെന്ന്. പെണ്ണുങ്ങളാ പെങ്കൊച്ചുങ്ങളാ കോന്നി സ്കൂളിലും കണ്ട് പഠിക്കുന്ന പിള്ളേരാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവം എന്ത് ചെയ്യാനായി? 3 കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളാ. ഇവരെന്നും പറയും, ഞാൻ ചെല്ലുമ്പോഴെല്ലാം പറയുന്നത് പോക്സോ കേസ് നടന്ന കുഞ്ഞുങ്ങളെ വിളിക്കാൻ. എനിക്കത് ഭയങ്കര വിഷമമാണ്. അതിനാ ഞാൻ പിന്നെ അവരോട് ഞാൻ പറഞ്ഞു, നേരിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഗിരിജ മാഡത്തിനോടും പറഞ്ഞു ഈ പിള്ളേരെ ഞാൻ ഇവിടുന്ന് മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനത്തെ വിളിയാണെങ്കിൽ ഞാൻ പിള്ളേരെ മാറ്റി. നിങ്ങൾ എന്തോ ആവശ്യത്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ഈ പിള്ളേരുടെ പോക്സോ കേസിന് പോയായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ പേപ്പർ? അത് റെക്കോർഡുണ്ടെന്ന്. റെക്കോർഡ് അവിടെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ആ അമ്മ അവിടെ നേരിട്ട് പോയ സമയത്ത് അനുഭവിച്ച വിഷയങ്ങളാണ് ആ അമ്മ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്യാം. ചങ്ങാതിക്കൂട്ടം ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു വ്യക്തി ഇവരെ വിളിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഈ വോയിസിൽ വളരെ ക്ലിയറായിട്ട് ആ വ്യക്തി ഈ പൈസ ഇവരെങ്ങനെ വാങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് വലിയ വോയിസാണ്, 7 മിനിറ്റ് ചില്ലറയുണ്ട്.
അത് നിങ്ങൾ കംപ്ലീറ്റ് കേൾക്കണം. മനസ്സിലായോ? പൈസ എങ്ങനെയാണ് ഇവർ വാങ്ങുന്നത്? ട്രസ്റ്റിലേക്ക് വാങ്ങുമ്പോൾ ഇവർ സ്വന്തം അക്കൗണ്ടിലേക്കാണോ ട്രസ്റ്റിലേക്കാണോ വാങ്ങുന്നത്? ഈ മരണം സംഭവിച്ച ആളുകൾ, അതിൻ്റെ ബോഡി, അതിൻ്റെ ദുരൂഹത, ഇതൊന്നുമല്ല. ആരെങ്കിലും ചോദ്യം ചെയ്യാൻ ആ സ്ഥാപനത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ചോദ്യം ചെയ്യാൻ വന്ന ആളെ, അവിടെയുള്ള കുട്ടികളെ വെച്ച് തന്നെ പി കേസ് ഇട്ട് കൊടുക്കുന്ന മമ്മി ഗിരിജ, അതായത് പറഞ്ഞ കർമ്മ, നാട്ടുകാർ നെഞ്ഞത്തേക്ക് ഈ പി കേസ് ഇട്ടിട്ട് അവിടുത്തെ പെൺകുട്ടികളെ കൊണ്ട് ഓരോന്നെടുത്ത് ചെയ്യിപ്പിക്കുമ്പോൾ സ്വന്തം തലയിൽ സ്വന്തം മകനും സ്വന്തം ഇത് അടിച്ച് കിട്ടും എന്നുള്ളത് മമ്മി ഗിരിജ വിചാരിച്ച് കാണില്ല.